ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് വരുന്ന ഒരു കുർത്തിയാണേ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ആ മെറ്റീരിയലിനകത്ത് മാത്രം പ്ലേറ്റ് വന്നിട്ട് 3/4 സ്ലീവും, അതേപോലെ 2 പാനൽ സൈഡിലായിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ അജ്രക്കിൻ്റെ 2 മെറ്റീരിയലാണ്, ഒരു ബ്ലാക്കും ഒരു റെഡും. അപ്പം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബ്ലാക്കും റെഡും എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. അപ്പം ബ്ലാക്ക് പീസ് ഞാൻ 2.5 മീറ്ററും പിന്നെ റെഡ് പീസ് നമുക്ക് ഒരു 1/4 മീറ്ററോ 1/2 മീറ്ററോ ആയാലും മതിയായി. അപ്പം ഞാൻ സ്ലീവിനൂടെ വെക്കുന്നത് കൊണ്ട് ഒരു 1/2 മീറ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് പീസ് നമുക്ക് ആദ്യം ബാക്കൊന്ന് സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒന്നായിട്ട് മടക്കിയിട്ട് എന്ന് വെച്ചാൽ 4 മടങ്ങുന്നില്ല, ഒറ്റ ഫോൾഡായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്കിതിനകത്തിൽ നമ്മുടെ അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം അത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്യാനേ. അപ്പം ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. ഏത് കുർത്തി തയ്ച്ചാലും നമുക്ക് ഷോൾഡർ അടിച്ച് മറിക്കാനുള്ള തുണി ഇങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി മാർക്കിങ് ചെയ്യാൻ. അപ്പം ഞാൻ ആ ഷോൾഡറിൻ്റെ ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇനി അടുത്ത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അത് ഞാൻ കറക്റ്റ് 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുമ്പം നമുക്കത് ചെസ്റ്റിൻ്റെ ലൈൻ കിട്ടും. അപ്പോൾ ആ ലൈന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി 2 സൈഡിലും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കണേ. അങ്ങനെ ഞാൻ ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ മാർക്കിങ്ങും ഹിപ്പിൻ്റെ മാർക്കിങ്ങും കൂടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ആ ലൈനിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് 20 ഇഞ്ചാണ് ഹിപ്പിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണേ. താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ആം ഹോളിൻ്റെ 6.5 നമ്മുടെ ലെങ്ത്, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 3.25. അങ്ങനെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കണം. 40 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. അതിൻ്റെ 4 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ എത്രയാണോ തയ്യൽ തുമ്പ് അതും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യണേ. ഇനി എന്നിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ ബാക്ക് എലൈൻ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. എലൈൻ രീതിയിലാണ് നമ്മളിത് ബാക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ട് ഇനി എന്നിട്ട് നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ആ ലൈനിൽ തന്നെ വെക്കണം. നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യരുത്, അത് നമുക്ക് അടിച്ചു മറിക്കാനുള്ളതല്ലേ. ആ ലൈനിൽ തന്നെ വെച്ചിട്ട് താഴത്തേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 47 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. 47 ഇഞ്ച് ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ എനിക്ക് 46 ഇഞ്ച് ലെങ്ത് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 47 ഇഞ്ചിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ 47 ഇഞ്ചിൻ്റെ ആ ലൈനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടുന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 2.5 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് രണ്ടും തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വളച്ച് നമുക്കൊന്ന് വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ. എന്നിട്ട് അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ഹിപ്പിൻ്റെ വണ്ണവും നമ്മളിപ്പോൾ 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, ആ വണ്ണവും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗമെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം.
നമ്മൾ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചില്ലായിരുന്നു, അത് ഇതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി എന്നിട്ട് നമുക്കിത് ചെസ്റ്റിൻ്റെ ലൈനും തയ്യൽ തുമ്പും, വേസ്റ്റിൻ്റെ ലൈനിൻ്റെ തയ്യൽ തുമ്പും, അതേപോലെ ഹിപ്പിൻ്റെ ലൈൻ തയ്യൽ തുമ്പും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ ബാക്ക് പോർഷന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്യാൻ. അപ്പോൾ ബാക്ക് പോർഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, അവിടെ നിന്ന് അകത്തേക്ക് 4 ഇഞ്ച് നമ്മൾ മുകളിൽ തൊട്ട് താഴെ വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് വെച്ചിട്ട് താഴെ വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. ഇപ്പം നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗമില്ലേ, അത് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈൻ വരച്ച ആ ഭാഗം അതേപോലെ തന്നെ അകത്തേക്കൊന്ന് മടക്കുക. എന്താണെന്ന് വെച്ചാൽ 4 ഇഞ്ച് നമുക്കൊന്ന് വേറെ തുണി കട്ട് ചെയ്ത് എടുക്കാനാണ്. അപ്പോൾ 4 ഇഞ്ച് അകത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ അതൊരു പിൻ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ 4 ഇഞ്ച് തന്നെ 4 ഇഞ്ചോ 5 ഇഞ്ചോ അത് ഓരോരുത്തരുടെ വിട്ട് എത്ര വേണമെന്നനുസരിച്ച്. അപ്പോൾ ആ സെൻറ്റർ ഭാഗം അത്രയും തുണി വരാൻ വേണ്ടിയാണ്. എന്നിട്ട് അവിടെ ഒരു പിൻ കുത്തി കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിൽക്കുന്ന പോർഷനിൽ ഓപ്പൺ ആയിട്ടും മറ്റേ സൈഡിൽ ഫോൾഡായിട്ടുമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇടണം. എന്നിട്ട് 1/2 ഇഞ്ച് മുകളിൽ തൊട്ട് താഴെ വരെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തതുപോലെ 1/2 ഇഞ്ച് താഴെ വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ എന്നിട്ട് അതൊരു ലൈനായിട്ട് തന്നെ വരച്ചുകൂടെ ഒന്ന് കൊടുക്കണേ. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴെ വരെ ഞാൻ 1/2 ഇഞ്ചിൻ്റെ ആ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പം 4 ഇഞ്ച് അകത്തോട്ട് മടക്കി വെച്ച് നമ്മുടെ ബാക്കിൻ്റെ ഭാഗമില്ലേ, അത് ആ 1/2 ഇഞ്ചിൻ്റെ ലൈനിൽ തന്നെ കറക്റ്റ് കൊണ്ട് വെച്ചിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ആം ഹോള്, പിന്നെ ചെസ്റ്റ്, വേസ്റ്റ് ഇതെല്ലാം സെയിം നമ്മളിപ്പോൾ ആ മടക്കി വെച്ച ആ ഭാഗം വെച്ച് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മടക്കി വെച്ച ഭാഗം നമ്മൾ വേറെ തുണിയും വെച്ച് ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഇനി എന്നിട്ട് നമ്മുടെ ബാക്കിൻ്റെ പിന്നെല്ലാം അഴിച്ചു മാറ്റണേ. അഴിച്ചു മാറ്റിയിട്ട് നമുക്കിനി ഫ്രണ്ട് ഈ സെൻറ്ററിൽ വെക്കാനുള്ള തുണി ഞാൻ ഈ മെറ്റീരിയലിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് തുണി മാത്രം മതി. എന്ന് വെച്ചാൽ ഇത് ഒരു യോക്ക് വരെ ഈ തുണിയും യോക്കിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ആ ബ്ലാക്ക് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് വരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ പീസ് എടുത്തിട്ട് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ 4 ഇഞ്ചല്ലേ ബാക്കിൻ്റെ ഭാഗം മടക്കി വെച്ചേക്കുന്നത്, അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കതിന് എത്ര ലെങ്ത് വേണമെന്നൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ലെങ്ത് ഞാൻ കൊടുക്കുന്നത് ഒരു 12 ഇഞ്ചാണ് ഞാനിതിൻ്റെ ലെങ്തായിട്ട് കൊടുക്കുന്നത്. 12 ഇഞ്ച് കൊടുക്കാം, 10 ഇഞ്ച് കൊടുക്കാം, 9 ഇഞ്ച് കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് എത്രമാത്രം ഈ തുണി നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ കാണണോ അത് വെച്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് 12 ഇഞ്ച് കൊടുത്തിട്ട് 12 ഇഞ്ച് ലെങ്തും 5 ഇഞ്ച് വിട്ടും കൂടെ വെച്ചിട്ട് ഈ മെറ്റീരിയൽ നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5 ഇഞ്ചും 12 ഇഞ്ചും കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്ത ഭാഗം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ച് വിട്ട് കാണും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. സിംഗിളായിട്ടുള്ള പീസിൽ കട്ട് ചെയ്യരുത് കേട്ടോ. നമ്മളിതൊന്ന് നിവർത്തിയിടുമ്പം നമുക്ക് 10 ഇഞ്ച് വിട്ടും 12 ഇഞ്ച് ലെങ്തും കാണും. അതിനാണ് ഫോൾഡ് ചെയ്തിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി എന്നിട്ട് നമ്മൾ ഈ 12 ഇഞ്ച് വെച്ചിട്ട് താഴേക്കുണ്ടല്ലോ, താഴേക്ക് നമ്മൾ പീസ് കൊടുക്കണമല്ലോ. ആ പീസ് നമ്മൾ ഇതേപോലെ ബ്ലാക്ക് പീസിലാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ 46 ഇഞ്ചല്ലേ നമ്മുടെ ലെങ്ത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ 47.5 ഇഞ്ചല്ലേ, അതിൽ നിന്ന് 13 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് നമുക്ക് ബാക്കി എത്രയാണോ വേണ്ടത് അത്രയാണ് ആ ലെങ്തിലാണ് നമുക്ക് തുണി എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ മടക്കിയിട്ട് ഞാനിത് 10 ഇഞ്ചിലാണ്
ഫോൾഡ് ചെയ്തിട്ട് 10 ഇഞ്ച് വിഡ്ത്തിലാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ തുണിയിൽ നമുക്ക് മുകളിൽ കൊടുത്തേക്കുന്ന തുണിയുമായിട്ട് നമുക്ക് ഈ തുണിയിലൊന്ന് പ്ലേറ്റ്സ് ഇട്ടണം. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ മുകളിലത്തെ തുണിയുടെ കറക്റ്റായിട്ട് നമുക്കിതിനകത്തുള്ളൊന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് ഈ തുണിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അങ്ങനെ ഈ തുണി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് 10 ഇഞ്ച് വിഡ്ത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം. അങ്ങനെ ഈ ബ്ലാക്ക് പീസ് നമ്മൾ നിവർത്തിയിടുമ്പോൾ നമുക്ക് 20 ഇഞ്ച് വിഡ്ത്ത് കിട്ടും. അപ്പോൾ രണ്ടും ഫോൾഡ് ചെയ്തിട്ട് വേണം 5 ഇഞ്ചും 10 ഇഞ്ചും നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ. അത് സിമ്പിളാണ്. ഇനി എന്നിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് തുണിയിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ റെഡ് കളർ തുണി കറക്റ്റ് ചെയ്യുന്നവരെ നമ്മൾ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് ഒന്ന് കൊടുക്കണം. അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതുപോലെ അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് പ്ലേറ്റ്സ് വരുവേ. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൂടുതലും കുറവുണ്ടെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി ഒന്ന് കൊടുത്താൽ മതി. ഇതേപോലെ ആ ബ്ലാക്ക് തുണിയിൽ മാത്രം നമ്മളൊന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ്സ് ഇട്ടിട്ട് നമ്മുടെ ആ ബ്ലാക്കും റെഡും യോക്കും തമ്മിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ ഒന്ന് എടുക്കണം. അപ്പം ഇത് മടക്കിയപ്പം ചെറിയ ചുളിവുകളുണ്ട്. അതങ്ങനെയാണ്. നമുക്കതൊന്ന് അയൺ ചെയ്യുമ്പം ചുളിവുകളെല്ലാം മാറും. അങ്ങനെ നമുക്ക് ഇനി എന്നിട്ട് നമ്മൾ ബാക്കിൻ്റെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ബാക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ 2 ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമ്മൾ സൈഡുമായിട്ടൊന്ന് യോജിൻ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് യോജിൻ ചെയ്യാൻ പറ്റും. ഇനി എന്നിട്ട് നമ്മൾ ഇതിനകത്തിൽ നെക്കൊന്ന് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി ക്യാൻവാസ് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതിനകത്തിൻ്റെ നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ച് വിഡ്ത്തിലും 4.5 ഇഞ്ച് ലെങ്തിലുമാണ് ഞാൻ ഇതിൽ നെക്ക് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു, 4 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തു, 4.5 ഇഞ്ച് ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചു. ഇനി എന്നിട്ട് നമുക്കതൊരു ആം ഹോൾ കർവ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ വെച്ചിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാനൊന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തിട്ട് സൈഡിൽ 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് വിട്ട് കൊടുക്കണം. അപ്പോൾ എന്നിട്ട് ആ സൈഡ് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ക്യാൻവാസിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും സെയിം നെക്ക് തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താമേ. അങ്ങനെ ഞാൻ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു ബ്ലാക്ക് പീസിൽ 2 ക്യാൻവാസ് നമുക്കൊന്ന് അയൺ ചെയ്തൊന്ന് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ സെൻറ്ററും നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഫ്രണ്ടും ബാക്കും നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ് ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സ്ലീവൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അറിയാത്തവരൊന്ന് മുൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ സ്ലീവ് 2ഉം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് നമ്മുടെ ഷേപ്പ് അനുസരിച്ചൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സെൻറ്ററിൽ പ്ലേറ്റ്സ് ഇടുന്നത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു പാടായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് സെയിം തന്നെ. അപ്പം നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ കുർത്തി കിട്ടുന്നത്. അപ്പം അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ അജ്രക്കല്ലേൽ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമുക്കിതേപോലെ കോട്ടൺ ആണെങ്കിൽ കോട്ടണ് ഇഷ്ടമുള്ള മെറ്റീരിയൽ അനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാമേ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. അപ്പോൾ താങ്ക് യു.